ബേക്ക് ആൻഡ് ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് 1.5 കിലോ വെയിറ്റ് വരുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ പുതുതായി കാണുന്നവർ ലൈക്കും സപ്പോർട്ടും എല്ലാവരും ഒന്ന് ചെയ്യണേ. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ 10 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. കാരണം ഞാൻ ഇവിടെ 1.5 കിലോ കേക്കിൻ്റെ അളവ് 2 കിലോ കേക്ക് ടിന്നിലാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിനു വേണ്ടിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുക. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് മൈദ മാവാണ് എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് കൊക്കോ പൗഡർ, നല്ല ഡാർക്ക് കൊക്കോ പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും പിന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നല്ലതുപോലെ അരിച്ചെടുക്കാം. നിങ്ങൾ അരിക്കുമ്പോൾ 3 പ്രാവശ്യം അരിച്ചെടുക്കുക. അതല്ലെങ്കിൽ നല്ലതുപോലെ അരിച്ച ശേഷം ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക്, സെയിൽ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെടും. പിന്നെ നിങ്ങളുടെ സമ്മാനങ്ങളുടെ കാര്യം പറയണ്ടല്ലോ. 15K സബ്സ്ക്രൈബ് ആകുമ്പോഴാണ് സമ്മാനം കൊടുക്കുന്നത്. അത് 4 പേർക്കാണ്. അപ്പം വീഡിയോ എല്ലാവരും ഫുള്ള് കാണുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട വിസ്ക് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കാരണം അത് 2-3 പ്രാവശ്യം നമ്മൾ മിക്സ് ചെയ്താൽ മാത്രമേ കേക്ക് നല്ല പഞ്ഞി പോലത്തെ കേക്കൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതൊന്ന് മാറ്റി വെച്ച ശേഷം നമുക്ക് ഇതിനാവശ്യമുള്ള മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 6 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല വലിയ മുട്ടയാണെങ്കിൽ 5 മുട്ട മതി കേട്ടോ. ഞാൻ ഇവിടെ ചെറിയ സൈസിലുള്ള മുട്ട ആയതുകൊണ്ടാണ് 6 മുട്ട എടുക്കുന്നത്. അപ്പോൾ ഞാനവിടെ മുട്ടയെല്ലാം അതാ ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്ത് മുട്ട ഒന്ന് നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം വേണം നമ്മളിതിലേക്ക് പഞ്ചസാര പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പഞ്ചസാര പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പാണ് കേട്ടോ. മധുരം കൂടുതൽ വേണമുള്ളവർക്ക് 1.5 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ട ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് വന്നതിന് ശേഷം വേണം നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനവിടെ പഞ്ചസാര എല്ലാം ഞാനവിടെ ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മുട്ട നല്ല വെള്ളമായിട്ട് കളറൊക്കെ വെള്ള കളറിലായി വരുന്നത് വരെ, ഫ്ലഫി ആവുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പിൻ്റെ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് പതുക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിനു മുമ്പേ ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് പറയാത്തത്. അപ്പോൾ ഞാൻ ഇവിടെ ഓയിലും കൂടി ചേർത്തതിന് ശേഷം പതുക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ സ്പീഡ് കൂട്ടാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ മുട്ടയെല്ലാം നല്ലതുപോലെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ കുറച്ച് വീതം ചേർത്ത് വേണം നമ്മളത് ഫോൾഡ് ചെയ്തെടുക്കാൻ. നമ്മൾ കൂടുതൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമ്മൾ ഈ പതഞ്ഞിരിക്കുന്ന മുട്ടയൊക്കെ അങ്ങ് താന്നു പോകും. അതുകൊണ്ട് കുറച്ച് വീതം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്യുമ്പോൾ കട്ടിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെറു ചൂട് പാലോ അല്ലെങ്കിൽ ചെറു ചൂട് വെള്ളമോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കേക്കിലെന്ന് പറയുമ്പോൾ നമ്മളിതാ ഇവിടെ ഇതൊക്കെ ചേർക്കുമ്പോൾ ചോക്ലേറ്റ് കളറിലാണ് കേക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ കളറിൽ നമുക്ക് കേക്ക് കിട്ടണമെങ്കിൽ കുറച്ച് ബ്ലാക്ക് കളറും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല കറുത്ത കേക്കിനെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മൾ ബേക്കറിയിലൊക്കെ നല്ല ബ്ലാക്ക് കളറിലാണല്ലോ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കിട്ടുന്നത്. അപ്പോൾ അതേപോലെ കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് ബ്ലാക്ക് കളറും കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതവിടെ കുറച്ച് കളറും കൂടി ചേർത്ത് ഒരു 1-2 തുള്ളി അത്ര മാത്രം മതി കേട്ടോ. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല മഴയായതുകൊണ്ട് തന്നെ അപ്പോഴപ്പോഴാ കറണ്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. കേക്ക് ബേക്ക് ചെയ്യുന്നതും എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ ഇവിടെ ഓവനിലാണ് ബേക്ക് ചെയ്തെടുത്തത്. അപ്പോൾ 25 മിനിറ്റാണ് കേട്ടോ ഞാൻ ബേക്ക് ചെയ്തെടുത്ത സമയം. അധികം നമ്മൾ ഈ പൊക്കം കുറച്ച് ചെയ്യണോണ്ട് തന്നെ പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കേക്ക് ഇവിടെ 2 ലെയറായിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. കാരണം അവർക്ക് പൊക്കം കുറച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിന് ശേഷം ആദ്യത്തെ ലെയർ വെച്ച് ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ ക്രീം ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ക്രീം എല്ലാ ഭാഗത്തും ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. മിൽക്ക് മെയ്ഡാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൂട്ടുന്നതും അത് തന്നെയാണ് കേട്ടോ. പിന്നെ ചിലർക്ക് ഈ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കടുപ്പ് കാണും. അത് വരാതിരിക്കാൻ വേണ്ടി നിങ്ങളിതിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടി ചേർക്കണം കേട്ടോ. അതിനുശേഷം ഞാനതവിടെ ക്രം കോട്ട് ചെയ്തെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് 1/2 മണിക്കൂർ തണുപ്പിച്ച കേക്കാണ്.
അതിനുശേഷം നല്ല കട്ടിക്ക് തന്നെ ക്രീം നമുക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതവിടെ കട്ടിക്ക് ക്രീമൊക്കെ ഒന്ന് കൊടുത്തിട്ട് എല്ലാ സൈഡും ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകണതുകൊണ്ട് എനിക്ക് ഒരു വീഡിയോസ് നേരെ എടുക്കാൻ പറ്റിയില്ല. എങ്കിലും ഞാൻ വീഡിയോസ് ഒന്നും ഇടാത്തത് കൊണ്ടാണ് കേട്ടോ ഇന്ന് ഈ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെയുള്ള വീഡിയോസിലൊക്കെ നല്ല രീതിയിൽ ക്രം കോട്ട് ചെയ്യണതും അതുപോലെ തന്നെ ഫിനിഷ് ചെയ്യുന്നതൊക്കെ എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരെല്ലാവരും ഒന്ന് കാണുക. അതുമാത്രമല്ല വീഡിയോ ഫുള്ള് കണ്ട ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എങ്കിൽ മാത്രമേ എനിക്കും നല്ലൊരു ഇത് കിട്ടുള്ളൂ, നിങ്ങൾക്ക് സമ്മാനങ്ങൾ തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നിറയെ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം 4 പേർക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട്. 15K സബ്സ്ക്രൈബ് ആകുമ്പോഴാണ് സമ്മാനം കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കേക്കെല്ലാം നല്ലതായിട്ട് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആ ഒരു കാർഡ് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ റൗണ്ട് കേക്ക് ചെയ്യുന്നേക്കാളും സ്ക്വയർ കേക്ക് ചെയ്യുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അത് നല്ലതായിട്ട് ഫിനിഷ് ചെയ്തെടുത്തില്ലെങ്കിൽ നമുക്ക് ആ ഒരു കേക്ക് നല്ലതായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് അത് ക്ലിയറായിട്ട് ചെയ്യുക. അതിനുശേഷം ഞാൻ 4 സൈഡും ചോക്ലേറ്റ് ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് നിറയെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയൊരു ഡെക്കറേഷൻ, അത് ഞാൻ ഇവിടെ ക്രീമിലേക്ക് കുറച്ച് പർപ്പിൾ കളറ് ഒരു സൈഡിൽ കൊടുത്ത ശേഷമാണ് നമ്മൾ ആ ഒരു ചെറിയൊരു ഡെക്കറേഷൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെയൊക്കെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുമാത്രമല്ല നിങ്ങൾ ഇതുപോലെ വീഡിയോസൊക്കെ കണ്ട് എല്ലാവർക്കും കേക്കൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ഫുള്ള് കണ്ടാൽ മാത്രമേ എല്ലാവർക്കും നല്ല രീതിയിൽ കേക്കൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. വീഡിയോ ഫുള്ള് കാണുക. ഞാൻ നല്ല രീതിയിലാണ് കേക്ക് ഉണ്ടാക്കി പഠിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലൊരു പേര് എഴുതണം. അതുകൊണ്ട് ഞാൻ നടുക്കൊരു ചെറിയൊരു കേക്ക് ടിന്ന് വെച്ച് കൊടുത്ത ശേഷമാണ് 4 സൈഡും നമ്മളിവിടെ ചോക്ലേറ്റ് നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ആ ഒരു പാത്രം മാറ്റിയിട്ട് അവിടെ പേരും കൂടെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേറെ അധികം ഡെക്കറേഷനൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന കേക്കിൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൽ അധികം കയ്പോ ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ പേരെല്ലാം എഴുതി നല്ലതുപോലെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കേക്ക് ഇതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സപ്പോർട്ടും ഷെയറും എല്ലാവരും ഒന്ന് ചെയ്യണേ.